നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെയും തകർന്നതിനെയും പുനഃസ്ഥാപിക്കാൻ ദൈവത്തിന് കഴിയും. ജീവിതം പ്രവചനാതീതമാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മാറാം. ഇന്ന് നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതരാണ്. എന്നാൽ നാളെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിഷമിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം മാറുന്നു. അനിശ്ചിതത്വവും ഭയവും നിരാശയും പലപ്പോഴും കടന്നു വരുന്നു. നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാൻ കഴിയുമോ? നമ്മുടെ അവസ്ഥ മാറി മറിയുന്നതിന് മുൻപുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? സാധിക്കുമെന്നാണ് ഉത്തരം. നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തവയെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അത് ദൈവം ചെയ്തതിനെക്കുറിച്ചുള്ള നിരവധി വാക്യങ്ങളും തെളിവുകളും ബൈബിളിലുണ്ട്. മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ദൈവത്തിന് നഷ്ടപ്പെട്ടവയെ തിരിച്ചു നൽകാൻ കഴിയും. അതാണ് നാം സേവിക്കുന്ന ശക്തനായ ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ജെറമിയ പ്രവാചകനിലൂടെ സംസാരിക്കുമ്പോൾ പിതാവായ ദൈവം തന്നെ ഇത് പരാമർശിക്കുന്നു. ജെറമിയ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? മത്തായി 19:26 കർത്താവായ യേശു ഈ ശക്തിയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നെനിക്കറിയില്ല. നിങ്ങളുടെ നഷ്ടത്തെ എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയുമെന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും. നിങ്ങളുടെ നഷ്ടം ശാശ്വതമായി തോന്നാം. വാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടതായി തോന്നാം. നിങ്ങളുടെ നഷ്ടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് അതിൽ നിന്നും കരകയറുന്നത് അസാധ്യമായി തോന്നിയേക്കാം. എന്നാൽ ഇതെല്ലാം മാനുഷികമായ യുക്തിയാണ്. അതെല്ലാം മാറ്റി നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സമ്പൂർണമായ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളതും ഇനിയും നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ളതും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ പോകുന്നു. അതിനാണ് ഇപ്പോൾ പ്രാധാന്യം. എഫേസ്യർ 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ബൈബിളിലെ ജോബിൻ്റെ കഥ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ജോബിന് തൻ്റെ 10 കുട്ടികളും ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. അതും പോരാതെ വേദനാജനകമായ ചർമ്മരോഗത്താൽ അവൻ കഷ്ടപ്പെട്ടു. ഈ ഭീമാകാരമായ നഷ്ടത്തിൽ നിന്നും ജോബ് എന്നെങ്കിലും കരകയറുമെന്ന് ആരും കരുതിയില്ല. ഒരു കാര്യം വിട്ടുപോകരുത്, ജോബ് ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. ജോബ് 1:1 പറയുന്നു, ഊസ് ദേശത്ത് ജോബ് എന്നൊരാളുണ്ടായിരുന്നു. തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. നമ്മിൽ വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെയുള്ളവർ കാണുകയുള്ളൂ. എന്നിട്ടും അവന് ജീവനൊഴിച്ച് ബാക്കിയെല്ലാം നഷ്ടമായി. നഷ്ടങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ജോബിന് മനസ്സിലായില്ല. ഇത്തരം ദുരനുഭവങ്ങൾ അനുവദിച്ചതിന് ജോബ് ദൈവത്തോട് തൻ്റെ കോപവും ഹൃദയവേദനയും പ്രകടിപ്പിക്കുന്നത് ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം. പക്ഷേ ഒരു കാര്യത്തിൽ ജോബ് വേറിട്ട് നിന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം കൈവിട്ടില്ല. ദൈവം എല്ലാം പുനഃസ്ഥാപിക്കുന്ന ദിവസത്തിനായി ജോബ് എല്ലായ്പ്പോഴും കാത്തിരുന്നു. നല്ല വിധേയത്വവും ദൈവാശ്രയത്വവും ജോബ് പ്രകടമാക്കി. കുടുംബം, ആരോഗ്യം, സമ്പത്ത് എന്നിങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മിൽ ചിലർക്ക് മാത്രമേ പ്രതീക്ഷ നിലനിർത്താൻ കഴിയൂ. അവൻ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ജോബ് 1:21 പറയുന്നു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ ശ്രദ്ധേയമായ മനോഭാവത്തിൻ്റെ ഫലമായി
അവൻ്റെ വിശ്വാസം അചഞ്ചലമായി തുടർന്നു. പിന്നീട് ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്തത് ദൈവം ജോബിൻ്റെ ജീവിതത്തിൽ ചെയ്തു. ജോബിനുണ്ടായിരുന്നതെല്ലാം പുനഃസ്ഥാപിക്കുക മാത്രമല്ല ദൈവം ചെയ്തത്, നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയാക്കി തിരിച്ചു കൊടുത്തു. ജോബ് 42:10 പറയുന്നു, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ഈ വാക്യത്തെ പരിമിതപ്പെടുത്തരുത്. ദൈവം ശരിക്കും എല്ലാം പുനഃസ്ഥാപിച്ചു. ജോബിന് അവൻ്റെ തകർച്ചയ്ക്ക് മുമ്പത്തേതിൻ്റെ ഇരട്ടി സന്തോഷവും സംതൃപ്തിയും നൽകി. അതെ, അവന് കുട്ടികളെ പോലും തിരിച്ചു കിട്ടി. ദൈവത്തിനത് കഴിയും. അവൻ്റെ സുഹൃത്തുക്കൾ, സമൂഹത്തിലെ സ്ഥാനം, വിവാഹം, അങ്ങനെയെല്ലാം മുൻപിലത്തേതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടിയായി തിരിച്ചു കിട്ടി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് എന്താണെന്ന്? വിവാഹ ജീവിതം, സമ്പത്ത്, കുട്ടികൾ, ആശ്രയം, അതെന്തു തന്നെയായാലും ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. എങ്ങനെയെന്നറിയില്ല, പക്ഷേ ദൈവം എല്ലാം തിരിച്ചു തരും, പുനഃസ്ഥാപിക്കും. മനുഷ്യന് സാധിക്കാത്ത ഒരു കാര്യം സമയത്തെ പോലും അവിടത്തേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. ഒരു കാര്യം വിട്ടുപോയി, എല്ലാം പുനഃസ്ഥാപിക്കാൻ ദൈവത്തിന് വേണ്ടത് നമ്മുടെ വിശ്വസ്തതയും സമ്പൂർണ്ണ സമർപ്പണവുമാണ്. ജോയേൽ 2:25 പറയുന്നു, വിട്ടിൽ, വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങളുടെ എല്ലാ ആശങ്കകളും യേശുവിന് അറിയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയാണോ സുഖപ്പെടുത്തേണ്ടത്, പുനഃസ്ഥാപിക്കേണ്ടത്, എല്ലാം അവിടത്തേക്ക് അറിയാം. ദൈവത്തോട് പറയുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അവിടുത്തോട് പറയുകയും വീണ്ടെടുത്ത് കിട്ടാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. കാര്യങ്ങൾ വിപരീത ദിശയിൽ നടക്കുന്നതായി തോന്നുമ്പോഴും തകർക്കപ്പെട്ടതിനെ ശരിയാക്കുമെന്ന് വിശ്വസിക്കുക. സങ്കീർത്തനക്കാരൻ ഈ വാക്യം എഴുതിയപ്പോൾ ഇത് മനസ്സിലാക്കിയിരുന്നു. സങ്കീർത്തനങ്ങൾ 6:3, എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ, ഇനിയും എത്ര നാൾ. സങ്കീർത്തനം 51:12, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. സങ്കീർത്തനം 119:107, ഞാൻ അത്യന്തം പീഡിതനാണ്, കർത്താവെ അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. നാം എല്ലാവരും ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമുണ്ട്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. റോമ 3:23 പറയുന്നതാണിത്. നമ്മുടെ പാപങ്ങൾ മൂലം നാം മരിക്കേണ്ടതായിരുന്നു. എന്നാൽ ദൈവം നമുക്കൊരു പദ്ധതി തയ്യാറാക്കി. അതിലൂടെ നാമും പിതാവായ ദൈവവും അനുരഞ്ജനപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ നീതിനിഷ്ഠമായ ജീവിതവും അതിനുശേഷമുള്ള കുരിശുമരണവും ഉയിർപ്പും വഴി നാം നീതീകരിക്കപ്പെട്ടു. നമുക്ക് വേണ്ടി എല്ലാം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ജീവിതത്തെ വിശ്വാസത്താൽ അഭിമുഖീകരിക്കുക. നിങ്ങൾ കഷ്ടതയുടെ തീച്ചുളയിലായിരിക്കാം. ഒറ്റയ്ക്ക്, ഏകാന്തതയിലും എല്ലാം നഷ്ടപ്പെട്ടവനുമായിരിക്കാം. തകർന്ന് കഷ്ണങ്ങളായി ചിതറിയ നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയെന്ന് ആശ്ചര്യപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ തകർന്ന കഷ്ണങ്ങൾ എടുക്കാനും തകർന്നതിനെ നന്നാക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര ബലമുള്ള ഒരു പാത്രമാക്കി മാറ്റാനും കഴിയും. നഷ്ടപ്പെട്ടതിനെ തിരിച്ച് പുനഃസ്ഥാപിക്കുമെന്ന് മാത്രമല്ല, സമർത്ഥമായി പുനഃസ്ഥാപിക്കുമെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ജോബിൻ്റെ ജീവിതത്തിൽ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നൽകി ദൈവം ജോബിനെ അനുഗ്രഹിച്ചു. ജോബ് 42:12, കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർക്കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. സമൃദ്ധിയുടെ ഈ വാഗ്ദാനം ബൈബിളിലുടനീളം കാണാം. സക്കറിയ 9:12, പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സങ്കീർത്തനങ്ങൾ 71, 20-21, ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി, എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും. അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്
തൻ്റെ ഇഷ്ടപ്രകാരം എന്തും പുനഃസ്ഥാപിക്കാൻ കഴിയും. അത് ചെയ്യാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ എല്ലാം ജീവിതങ്ങളെ രചിക്കുന്നത് അവിടുന്നാണ്. പുനഃസ്ഥാപിക്കലിനെക്കുറിച്ചുള്ള വാഗ്ദാനം ജെറമിയ 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഈ വാഗ്ദാനം ബൈബിളിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നതാണ്. എല്ലാം പ്രതികൂലങ്ങളാണെങ്കിലും ബൈബിൾ പ്രത്യാശ നൽകുന്നു. ഹൃദയം തകർന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ആത്മാവിൽ തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം, നിങ്ങൾ പരാജയപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ അടുത്ത് ദൈവം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവിൽ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ വിളിച്ച എല്ലാ കൃപകളുടെയും ദൈവം നമ്മുടെ അല്പകാലത്തെ കഷ്ടതകൾക്ക് ശേഷം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും ഉറപ്പും ദൃഢതയും ഉള്ളവരാക്കുകയും ചെയ്യും. കർത്താവിൽ പ്രത്യാശിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മുടെ ഭൂതകാലത്തെ തിരുത്തുന്നതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ദൈവം അരുളി ചെയ്യുന്നു, എന്തെന്നാൽ ഞാൻ അവരുടെ ദുഷ്ടത ക്ഷമിക്കുകയും അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല. ഇവിടെയാണ് ദൈവം അവിടുത്തേക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന എല്ലാവരുടെയും ഭൂതകാലം മാറ്റുന്നത്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്നു. അവ മറക്കാൻ നാം ആഗ്രഹിക്കുകയില്ലായിരുന്നോ? നാം പാപം ചെയ്യുകയും പാപമോചനം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ തകർന്ന ഹൃദയവും പശ്ചാത്താപമുള്ള ആത്മാവും നമുക്ക് ദൈവിക ദുഃഖം തരികയും അങ്ങനെ മാനസാന്തരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. 2 കൊരിന്തോസ് 7:10 ഇപ്രകാരം പറയുന്നു, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയങ്ങളെ ദുഃഖത്തിൽ വേദനിപ്പിക്കുകയും നമ്മുടെ സ്വർഗീയ പിതാവുമായി സമാധാനത്തിലായിരിക്കുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്നു. തകർച്ചയെപ്പറ്റി സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപാകെ തകർന്നു പോയതിനെക്കുറിച്ച് പ്രത്യേകം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തകർച്ച പാപവും ലോകത്തിൻ്റെ അന്ധകാരവും നിമിത്തം ഞെരിക്കപ്പെടുന്നതിനെ ആണ്. ദൈവത്തിലേക്കല്ലാതെ മറ്റെവിടേക്കും തിരിയാൻ ഇടമില്ലെന്ന് നാം തിരിച്ചറിയുന്നു. ദാവീദിൻ്റെ ജീവിതവും തകർച്ചയും ഒരു ഉത്തമ ഉദാഹരണമാണ്. സങ്കീർത്തനങ്ങൾ 147:3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 51 ബൈബിളിലെ ഏറ്റവും സത്യസന്ധമായ ഏറ്റുപറച്ചിലുണ്ട്. അത് അവസാനിക്കുന്നത് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ദൈവത്തിന് നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ മനസ്സിനെയും സുഖപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെപ്പോലും മാറ്റാനും കഴിയും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം ഭൂതകാലത്തെ മാറ്റിമറിച്ച നിരവധി സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പല ആളുകളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു. അതിലേറ്റവും കൂടുതൽ അറിയപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റേത് തന്നെ. അവിടുത്തെ മഹത്തായ പുനരുത്ഥാനം. ദൈവപുരുഷനായ ഏലിയ വിധവയുടെ വീട്ടിൽ വരികയും അവരുടെ വീട്ടിൽ പുനഃസ്ഥാപനവും വീണ്ടെടുപ്പും കൊണ്ടുവരികയും ചെയ്തു. വിശ്വാസമുള്ളവർ എവിടെയുണ്ടോ അവിടെയെല്ലാം ജീവിതത്തിൻ്റെ പുനഃസ്ഥാപനമുണ്ട്. നമ്മുടെ ഹൃദയങ്ങളോടും ആത്മാവുകളോടും നേരിട്ട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അസാധാരണമായ വാഗ്ദാനങ്ങൾ തിരുവെഴുത്തുകളിലുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ, സാമ്പത്തികം, ബന്ധങ്ങൾ അല്ലെങ്കിൽ ജീവിതം അങ്ങനെ തകർക്കപ്പെട്ടത് എന്താണെങ്കിലും അവയെ സുഖപ്പെടുത്താനും പുനഃസ്ഥാപിക്കാനും ദൈവത്തിന് പലപ്പോഴും എപ്പോഴും ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഭാവിക്കായുള്ള ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതികൾ നമുക്കറിയില്ലെങ്കിലും അവൻ നല്ലവനാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ഹൃദയവും ജീവിതവും പുനഃസ്ഥാപിക്കുന്നത് അവൻ്റെ പട്ടികയിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സമ്പൂർണ്ണ സമർപ്പണവും വിശ്വസ്തതയും ദൈവത്തിൻ്റെ പുനരുദ്ധാരണം ആരംഭിക്കുന്നതിനുള്ള വാതിൽ തുറക്കും. ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. തകർന്നതിനെ പുനഃസ്ഥാപിക്കാനും അതിശയകരമായ ഒന്നാക്കി മാറ്റാനും ദൈവത്തിന് കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിക്കുക മാത്രമാണ്. തകർന്നവരോട് കൂടെ
ദൈവം വസിക്കുന്നുവെന്നും അവരെ മുമ്പത്തേക്കാൾ ശക്തരാക്കുമെന്നും തിരുവെഴുത്ത് വാഗ്ദാനം ചെയ്യുന്നു. ഏശയ്യ 61:3 സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദിവസവും ദൈവവചനം സ്വയം വായിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഓരോ ദിവസവും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ തുടരുക. അവിടുത്തെ വചനത്തിൽ സ്വയം മുഴുകുക. അവിടുന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ അവിടുത്തെ വീണ്ടും കാണാൻ തുടങ്ങും.